Guys, finally we are reached in the airport now. എന്തെങ്കിലും ഇവനൊക്കെ പോയിട്ട് എന്തെങ്കിലും നീയൊക്കെ പോയിട്ട് വിളിക്കാൻ പറ്റുന്ന രീതി ഞാൻ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി സിനിയാട്ടപ്പോ വരുന്നേക്ക് അവിടെ നിന്ന് വരും മാറിക്കടാ മനസ്സിലായി DHP ചെയ്തില്ല പണ്ട് ദുബായിലായിരുന്നു പക്ഷെ ഇരിക്കുവായിരുന്നല്ലോ പൊട്ടാണെങ്കിൽ പറഞ്ഞ കാര്യമുണ്ട് ചൂടാവില്ല എയർപോർട്ടിൽ പോലീസാണ് തലോളം വയ്യ. അല്ല ഞാൻ എന്ത് ചോദിക്കാന്നറിയോ ഇങ്ങനത്തെ ജോലി കിട്ടുന്ന എന്ത് ചെയ്യണം? സെക്യൂരിറ്റി ഗാർഡ്. അതിന് നല്ല വിദ്യാഭ്യാസമാണ്, നല്ല ആരോഗ്യം വേണം, പിന്നെ വർക്കൗട്ട് തോക്ക് നോക്കി നിൽക്കാൻ തന്നെ വേണം. ഏതാ 1.5 പിസ്തല നോക്കുമ്പോ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടാവില്ല. എല്ലാ പട്ടിയെടുത്തു എന്താണ് പറഞ്ഞു വിട്ടു, അതുകൊണ്ടാ വന്നത്. കൊണ്ടുപോയി 3 പട്ടിയും കൂടെ 1 പട്ടിയും കൂടെ ഓർമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇങ്ങനെയുള്ള കുറെ മണ്ണുകളുണ്ടാവും ഷോർട്ട് ട്രക്ക് ഇട്ടിട്ട്. എന്താണ് അവരിന്റെ ഇഷ്ടം. അതെ എന്നിട്ട് ഇതാക്കല്ലേ. പിന്നെ അവന്റെ ആരെങ്കിലും ഇവിടെ നിക്കണ്ടെങ്കിൽ നല്ലൊരു വേറെ കിട്ടും. കൈമാറ്റി പിന്നീട് പിടിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ചെറിയ കുട്ടി പെറ്റിച്ചതാണോ? പെറ്റിക്കുക സാധനം റാങ്ക് പെറ്റിക്കുക ഫേക്ക്. നിങ്ങളുടെ ചിങ്ങ മാത്രം കാണാനില്ല. നോക്കാം. ഇത് മമ്മിയുടെ നമ്പർ ഫോട്ടോ വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പോകേണ്ടി വരും, പിടിച്ചു നിർത്തി തോന്നുന്നു. നമുക്ക് ചിലപ്പോ കസ്റ്റംസിനെ ബന്ധപ്പെടേണ്ടി വരും, കാരണം അവര് പിടിച്ചു നിർത്തിയെന്നാ തോന്നുന്നു. ഒറ്റയ്ക്ക് ഫോൺ പെട്ടി എന്റെ വിജയിനെ പോലെ വിട്ടിട്ട് ഇപ്പൊ റീസെന്റ് പെട്ടി വിട്ടത് മോഹൻലാലാണ്. നല്ല ഏൽക്കുണ്ട്. എന്റെ മോനെ 1.5 മണിക്കൂർ മനുഷ്യന്റെ കാല് എന്താണ് നിങ്ങൾ കെട്ടിട്ടാ? അപ്പുറം വാ ആ പെണ്ണുങ്ങൾ വെച്ച് ഈ കിഴങ്ങിനെയാണോ നിങ്ങൾ കാത്തു നിന്നത്? പട്ടിയിലാണ് കുപ്പി. നീ അറിഞ്ഞില്ലേ ഞങ്ങൾ ആരും പറഞ്ഞു? കാരണം അല്ല 1:30 നിങ്ങള് ഇവന്റെ ഒരു കോള് വന്നു, ഞാൻ ഇറങ്ങിയതും ഒരു കോള് വന്നു. വെൽക്കം ബാക്ക്. മറിക്കു സൈഡിക്ക് ആൾക്കാരോട്ടെ ഞാൻ തല്ലോളം. ഞാൻ വിചാരിച്ചു നിങ്ങള് അവിടെ എന്തോ പരിപാടിയിലായിരിക്കും വിചാരിച്ചത്. വെൽക്കം ബാക്ക്, വെൽക്കം ടു JD Vlogs. അല്ല പെട്ടി ശ്രദ്ധിച്ചു വെക്കണം, പൊട്ടുന്ന എന്തെങ്കിലും ഉണ്ടല്ലോ. മുന്നേ പൊട്ടുന്ന എന്താ ഉള്ളത്? ദുബായിൽ ഇത്ര ദൂരം കൊണ്ടുവരാന്നുണ്ടെങ്കിൽ എനിക്ക് അത് വീടെത്തിക്കാൻ എനിക്കറിയാം. ഇനി നീ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാറങ്ങോട്ട് നാളെ പൊട്ട. അങ്ങനെ ബാക്ക് ടു പാലക്കാട്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിട്ടുപോവുകയാണ്. അതെ, നമ്മളെ സെലിബ്രിറ്റിനെ നമ്മള് പിക്ക് ചെയ്തിരിക്കുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം പ്രവാസി വന്നിറങ്ങിയില്ല. ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഇത് ഉത്തരം പറയില്ല. ചിലപ്പോ ഇവിടെ തന്നെ നിങ്ങൾ നിക്കും. അതാ ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഞാൻ എപ്പോ വന്നാലും ചോദിക്കും എന്ത് എപ്പോഴാ പോണെന്ന്. ഇല്ലെങ്കിൽ പോവില്ല. ഞാൻ പണം വന്നിട്ട് പോവാതിരുന്നത്. ഒരു പ്രവാസി വന്നതിന് ഫസ്റ്റ് ചോദ്യം എപ്പോഴാ തിരിച്ച് വന്ന് കാലുകൂട്ടിയില്ല. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് പോലും ആയിട്ടില്ല. അപ്പോഴേക്കും തുടങ്ങി. എപ്പോഴാ പോണു വിഷമായ? എനിക്കും വിഷമം. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വന്നിറങ്ങിയ ഒരു വ്യക്തിനെ നീ ചോദിക്കുകയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു, ഇനി തിരിച്ചു പോകും. അതാ ഞാൻ ചോദിച്ചത്. അതെ, അടുത്ത ആഴ്ച ഇപ്പൊ നമ്മൾ 2 ആഴ്ച വീഡിയോ എടുക്കുമ്പോ വീണ്ടും വരും. അതാണ് 2 ആഴ്ചയിൽ വരില്ല, ഒരു മാസം കഴിഞ്ഞിട്ട്. നമ്മള് ദുബായിലാണ്, അതാണ് ടിസ്റ്റ്. പോയി വരിക. അതാണ് എന്താ ചെലവിൽ ഇതിലൊക്കെ
ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു എല്ലാരും കൂടെ അങ്ങോട്ട് ഒഴിവായി ചിന്നേട്ടെ ഞങ്ങൾ ഒഴിവാക്കി ഓക്കെ അപ്പൊ എനിക്ക് ഇടക്കിടക്ക് വരണ്ട വരണ്ട ആവശ്യമില്ല. ഈ പേരും പറഞ്ഞ ഇങ്ങോട്ട് വരണ്ട. ചിന്നേട്ടൻ ഇവിടെ വരാൻ പുതിയ റീസൺ കണ്ടുപിടിക്കേണ്ടി വരും. അല്ല, ചിന്നേട്ടൻ ഇല്ലാതൊരു പൂർണ്ണത ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മള് അറിയാലോ, എനിക്കിങ്ങനെ തോന്നി, ഉൾവിളി വന്നു. എവിടുന്ന് എവിടെന്നാണെങ്കിലും. വീഡിയോ ഇവർക്ക് ആവശ്യം. വ്ളോഗ്സിന് പഞ്ചില്ല, മറ്റേ കോമഡി ഇല്ല. അത് അല്ല ചിന്നേട്ടൻ പോയപ്പോ കോമഡി വന്നു. ഞാൻ കണ്ടില്ലല്ലോ അതൊന്നും. ഒരു റീലിനൊരു കമന്റ് വന്നു, പറയരുത്. ഏത് റീലിന്? ഞാനും പറയുന്നില്ല. അതാണ് അത് കുറച്ച് ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞു, എന്ത് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു കല്ലാത്തല്ലോന്ന്. അല്ലെങ്കിൽ അത് കാര്യമായിട്ട് പറഞ്ഞാണ്. സത്യമായിട്ട് അതിന് ഞാൻ പറഞ്ഞേ 5 ദിവസം ലീവിനാണ് അപ്പൊ വന്നിരിക്കുന്നത്. 4 ദിവസം. എന്തായാലും ഒരു വിഷമം ഉണ്ടോ? ഒരു വിഷമമില്ല. 4 ദിവസത്തിനാണെങ്കിലും വന്നല്ലോ എന്നുള്ളതാണ്. അല്ല നിനക്കല്ല, അവൻ എന്തോ വിഷമുള്ള പോലെ. ഇവരെ വിഷമം മാറ്റാനുള്ള സാധനം പെട്ടിയിലുണ്ട്. ഒരു കിണികിന് സൗണ്ട് അതില്. എന്തോ ഒരു മറ്റേ പെട്ടിനില്ലേ ഇങ്ങനെ എടുത്ത് തരണം. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇനി 2 വർഷം കഴിഞ്ഞിട്ട് വരുള്ളൂ? 1.5 മാസം കഴിഞ്ഞിട്ട് വരുമോ? ഇപ്പൊ വിളക്കിന് വരണ്ടേ? പരിപാടികൾ നടക്കുമ്പോ ഞാൻ അവിടെ വരുന്ന എങ്ങനെയാടാ ശരിയാവുക? അപ്പൊ ഇമ്മൾക്ക് വരുന്നുണ്ടോ? ഓ, അവിടെ പോയ വിഷമത്തിലാണ് മറ്റേ ആ സ്റ്റോറീസ് സ്റ്റാറ്റസ് ഒക്കെ ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതെന്ത് സംഭവം എന്താണ് സ്റ്റോറി? അല്ല അങ്ങനെ ഇടാറില്ലല്ലോ. ഒരു വിഷാദമായ ഒരു സ്റ്റോറി. അത് വിഷാദവും ഉണ്ട്, പ്രണയവും ഉണ്ട്, എന്താ ബ്രേക്കപ്പ് ഉണ്ട്, ഒരു നഷ്ടം. സംഭവം ഒരു പെണ്ണിനെ അവിടെ ഫിലിപ്പീൻസ് സെറ്റായി. നല്ല രീതിക്ക് എന്തോ പണിയും കിട്ടിയിരുന്നു. അപ്പൊ തന്നെ ബ്രേക്കപ്പും ആയി, മറ്റേ സ്റ്റോറിയും വന്നു ട്രെയിൻ പോലെ. ഞാൻ ചോദിക്കുകയും ചെയ്തു, കൈയോടെ പിടിക്കുകയും ചെയ്തു. ഒന്നും മിണ്ടിയിലാണ്. ഇവിടുന്നാണ് ഇവനെ പിക്ക് ചെയ്തത്. ഇത്രയും ദൂരം ഇവന് വേണ്ടി വണ്ടി ഓടിച്ചു വന്നു. ഞാനും എന്റെ പിള്ളേരോട് കിടന്നുറങ്ങണ്ടായിരുന്നു. അവിടെ തന്നെ കണ്ടുപിടിച്ചു വരും. പോലീസ് സ്റ്റേഷൻ. അല്ലല്ല, പേടിച്ച് വരുന്നു. പോലീസിനെ കണ്ട എപ്പോഴും ഒരു പേടി ഉള്ളതാണ് ഇവന്. ഞാൻ ബാക്കി കൂടെ വന്നു. എന്നിട്ട് ചായ കുടിക്കാൻ പോയപ്പോ ചിന്ന കൈ കെട്ടിക്കുന്നത് എന്താണ്? എല്ലാ ഈ സമയത്ത് സ്റ്റേഷനിൽ ഞങ്ങൾ നിൽക്കാറുണ്ട്. പുലർച്ചെ 2 മണിക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ഉണ്ടോ? പാന്റ് ഷർട്ട് അയച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വന്നില്ല. ആ സാഹചര്യം ഡീപ്പായിട്ട് നമ്മൾ പോയില്ല. അല്ല, കുറച്ചുകൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കൈകെട്ടിനോട് ഷർട്ടും കൂടെ അയച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു. പിന്നെ മറ്റേ പോലെ ഇങ്ങനെ ഇരുന്നുണ്ടാവും ഞാൻ. അപ്പോഴേക്കും ഉണർന്നു പെട്ടെന്ന്. ബോധോതി ഉണ്ടായി. മറ്റേ അല്ല, ഇവന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല, ഇവന്റെ അടുത്ത് നീ മറ്റേ വണ്ടി മറ്റേ കോമഡി പറഞ്ഞില്ലെങ്കിൽ മുണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വണ്ടി ഓടിക്കുക, കൈ വിട്ടിട്ടൊക്കെ വണ്ടി ഓടിക്കുക. ഇപ്പൊ മറ്റേ ഇതിനോടുള്ള കമ്മിറ്റ്മെന്റ് സാധനം വായിൽ വന്നാൽ അത് പോകുന്നു. പെർഫെക്റ്റ് ഡ്രൈവർ. ഇത് പോവാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഈ ഒരു കോമഡിനെ ഒന്നും വരരുത്. ഈ കട്ട് ചെയ്യണം പറയുന്ന സാധനം എല്ലാം വീഡിയോയിൽ വരുന്നുണ്ടല്ലോ. അതെന്താ കാര്യം? കട്ട് ചെയ്യണം പറഞ്ഞ സാധനങ്ങൾ ശരിയാണ്, അതെല്ലാം വീഡിയോയിൽ വരുന്നുണ്ട്. ഇനി മുതൽ മുന്നിന്റെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കട്ട് ചെയ്യണം. അതെ, എന്റെ അല്ല ഇന്ത്യൻ രാത്രി സിഗ്നൽ അങ്ങനെ പുലർച്ചെ 4 മണി നിങ്ങളെയൊക്കെ വിളിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വന്നു. സത്യം, നമ്മള് ഉറങ്ങിയിട്ടല്ല ഇന്നലെ. നമ്മൾ ഇന്നലെ ഒരു 11:30 വണ്ടി എടുത്തു. ഇപ്പൊ പുലർച്ചെ 4 മണി. 4 മണിയാ, 4:30. ചായ മേടിച്ചു തരുമോ? ചായ കുടിച്ചിട്ട് തുടങ്ങാം. അപ്പൊ ഏട്ടൻ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ട്വിൻസ് ഒന്നല്ല, അങ്ങനെ എങ്ങനെ പറഞ്ഞു. അല്ല, ട്വിൻസ് ആണ് ചോദിച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. കാരണം ഇവനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് എന്നെ ടിന്നാണോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അല്ലല്ലോ, ഞാൻ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഒരിക്കലും അല്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണാൻ ഒരുപോലെ തന്നെ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ യൂട്യൂബേഴ്സ് അതാണ്, ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ട് പറഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യില്ല. അങ്ങനെ ആ ചേച്ചി പറഞ്ഞില്ലല്ലോ. പറഞ്ഞു അത് ഇത്രയും കൈന്നിടായത്. അല്ലടാ, ഒരു ഒന്നിനോട് തള്ളു അത്ര. ഇതിപ്പോ ഒന്നില്ല, തള്ളു മാത്രമേ. നീ ഒന്ന് മാറിയിരിക്കും. നീ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞല്ലോ. ഡിഗ്രി 3rd ഇയർ ആവാറായി. കഴിയുമ്പോഴെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റൂ. അറിയാലോ, എള്ളോളം അവസാനിച്ച് പൊട്ടാ. 1 2 അല്ല 3 ഇപ്പോഴും മനസ്സുകൊണ്ട് നടക്കണ മുന്നോ. അത്
അച്ഛനൊരു കാലം ഉണ്ട് ഇതിന്റെ. വേണമെങ്കിൽ ആ പഴയ ഫോട്ടോ ഞാനിവിടെ താഴെ ചേർത്ത് അച്ഛൻ്റെ. എല്ലാവരും ധരിക്കും ഇവന് പെണ്ണ് വേണ്ടേ? പെണ്ണ് കിട്ടില്ല. എനിക്ക് ക്യൂ ആണ് കോതമംഗലം മൂവാറ്റുപുഴ ബീവറേജ് എല്ലാ ബീവറേജിലും ക്യൂ ആണ്. എന്താ വെച്ച് പറഞ്ഞു എന്റെ ഫോട്ടോ എന്ത് പറഞ്ഞാലും ഇതിന് അവസാനം അതിരിക്കും വരുമല്ലോ. ഞങ്ങൾ ആദ്യം കല്യാണം കഴിക്കട്ടെ എന്നിട്ട് ഈ 2K. ഞങ്ങൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ അവസാനമായി. പിള്ളേരുടെ കാലമാ. അതെ ഇപ്പൊ അവരുടെ കാലം അവരുടെ കാലം കല്യാണം കഴിക്കില്ലേ? ഇപ്പോഴും ഇതന്നെയല്ലേ ഈ വിചാരം തന്നെയല്ലേ? ഏട്ടൻ വരെ കല്യാണം കഴിച്ചു. ഏതേട്ടൻ? എന്റെ ഏട്ടനല്ലേ ചിന്നേട്ടൻ. അതെ സംഭവം അത് തന്നെയാണ് തീരുമാനം. ഏത് ഒരു പെണ്ണൊക്കെ കെട്ടി. ഹലോ 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 ഒരു പെണ്ണ് കെട്ടിയില്ലേ? ഹലോ 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 പെണ്ണ് കെട്ടിയിട്ട് ആരാണ്? ഡാഡി കോൾ. ഡാഡി കോണോ? അല്ല ചതപ്പുറം പറഞ്ഞോളൂ. എന്നുള്ള വിചാരം ഡാഡി കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഫ്രിഡ്ജാ. കൂളിന്റെ വിചാരമാണ് എപ്പോഴും. ആ കൂള് ആരാ? ഡാഡി കൂൾ. ഓ തന്ത കൂളിന്റെ ആളാ. അപ്പൊ എന്തായാലും എന്ത് ഇന്നിപ്പോ 2-3 ദിവസത്തിൽ നമുക്ക് അറിയാൻ പറ്റും ജിനേന്റെ കല്യാണത്തിന്. എനിക്കൊന്ന് കാണണോ അത്? എന്ത് കാണിക്കില്ലേ അത്? ആ ഒരു കാഴ്ച കണ്ടോട്ടെ. അതെ പ്ലീസ്. ഈ ചിന്നേട്ടന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ കല്യാണം കഴിക്കണ്ടെങ്കിൽ ഞാൻ മുന്നേ നിന്നെ വിളിക്കില്ല. വിളിക്കണ്ട, ഞാൻ വന്നോളാന്നേ. അതല്ല ചിന്നേട്ടന്റെ കാണാനുള്ള ഒരു ആഗ്രഹവും ഉണ്ട്. അല്ലടാ കല്യാണം എന്നൊക്കെ പറഞ്ഞ ആഘോഷമാണ്, ഒരു ഉത്സവം പോലെ. അല്ലാണ്ട് നിങ്ങളുടെ നാട് മൊത്തം നിറയും. ആ എന്ത് വിളിച്ചോടും. അങ്ങനെയുള്ള തീരുമാനമൊക്കെ ഉണ്ട്. ആ അതന്നെ നാട് മൊത്തം തെരച്ചിൽ നിറയും ആൾക്കാരെ കൊണ്ട്. അതാ ഉദ്ദേശിച്ചത്. നാട് മൊത്തം ആളുകളെ കൊണ്ട് നിറയും, ഫുള്ള് തെരച്ചിലായിരിക്കും. ഞാൻ ഒളിച്ചോടും. ഇനിയിപ്പോ ചിന്നേട്ടൻ മാത്രമല്ലേ ഉള്ളൂ കല്യാണം കഴിക്കും. ഞാനും ഇവന് ഒരേ ഒരു ലക്ഷ്യമുണ്ട്, ഏട്ടന്മാര് കാശുണ്ടാക്കണേ. അതെ അതാണ് ഞാൻ പ്രാർത്ഥിക്കണേ. അതെ അപ്പൊ ഒരു ഊണിനും ഒരു സദ്യക്കും ഒരു ബിരിയാണിക്കും വകയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നടന്നില്ലെങ്കിൽ ഞങ്ങള് പറഞ്ഞു വിടുന്നു. ഓക്കെ നമ്മള് ഇപ്പൊ ഈ നിർത്തിയതിന് ഒരു കാര്യമുണ്ട്. അതെ നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. നമുക്ക് ഒരു ചെറിയ ബർത്ത്ഡേ, ചിന്നാട്ടിന്റെ ബർത്ത്ഡേ ആണ്. എല്ലാരും ഒരു ബർത്ത്ഡേ മിതമായ നിരക്കിൽ ബർത്ത്ഡേ വിഷസുകൾ ചെയ്തു കൊടുക്കപ്പെടും. കേക്ക് കെട്ടിയുള്ള കത്തിയാണത്. വേറെ പരിമിതമായ രീതിയിലുള്ള ബർത്ത്ഡേ ആഘോഷം. പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. മാജിക് ആണ് ഞാൻ പറഞ്ഞില്ലേ. വീണ്ടും കത്തിയത് ഞാന് ഊതിയാൽ 41ാമത്തെ പിറന്നാൾ. ഞാൻ പറഞ്ഞില്ല സ്പാർക്കാണ്. ഊതിക്കെടുത്തോ? ഞാൻ പോയി കുറച്ചാൽ ഉറങ്ങാം. നിങ്ങൾ വരും. ഇത് മുറിക്കാം. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാണ്. സൈഡിൽ നിന്ന് പോകുന്നത് അങ്ങനെ ഇരുന്ന് പോകുന്നത്. ഇല്ല കത്തുവാ. നമ്മളെ ചെറിയ ബർത്ത്ഡേ ആഘോഷം. 41 അത്രയും കോമഡി പറഞ്ഞല്ലേ ഇരിക്കട്ടെ. കിട്ടണം നിനക്ക് ഇത് കിട്ടണം. ആദ്യമായിട്ടാണ് ഞാൻ റോട്ടിൽ നിന്നൊക്കെ ആദ്യമായിട്ട് റോട്ടിൽ അത് വെറുതെ കേക്ക് മുറിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് റോട്ടിൽ നിന്ന് കേക്ക് മുറിക്കുന്നത്. അതെ ക്രീമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ക്രീം VFX ടീം ക്രീം ഒന്ന് വെക്കണം. അത് ഞാൻ ചെയ്തോളാം.